everyone, Assalamualaikum, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. തേങ്ങ ചിരവേണ്ട, തേങ്ങാപ്പാലും പിഴിയണ്ട, തേങ്ങ വറുക്കുകയും വേണ്ട, തേങ്ങ അരയ്ക്കുകയും വേണ്ട. പിന്നെ എങ്ങനെയാണ് ഇത്രയും തിക്കായിട്ടുള്ള ഈ മീൻകറി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഹൈലൈറ്റ്. സാധാരണ രീതിയിൽ നമ്മൾ രണ്ട് തരത്തിലാണ് മീൻകറി വയ്ക്കുന്നത്. ഒന്ന് മീൻ മുളകിട്ടത്, രണ്ട് തേങ്ങ ചേർത്തിട്ടുള്ള മീൻകറി. മീൻ മുളകിട്ടത് എപ്പോഴും ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവുക. ഒരു മിനിറ്റ്, നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാൻ. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സാധാരണ മീൻ മുളകിട്ടത് നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ ഉണ്ടാവുക, അതെങ്ങനെ തിക്ക് ഗ്രേവിയോട് കൂടിയിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. മീൻകറി ഉണ്ടാക്കാനുള്ള ചട്ടി അല്ലെങ്കിൽ ചൂട് കട്ടിയുള്ള ഒരു പാത്രം നമ്മൾ അടുപ്പിലേക്ക് വെച്ച് ചൂടാക്കുക. മൺകലാണ് ഏറ്റവും നല്ല ചോയ്സ്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ശേഷം 1/2 ടീസ്പൂൺ ഉലുവ ചൂടായ വെളിച്ചെണ്ണയിലേക്കിട്ട് പൊട്ടിച്ചെടുക്കുക. ഉലുവ മീൻകറിയിൽ ചേർക്കുന്നത് മീൻകറിയുടെ രുചിയും മണവും കൂട്ടുന്നതാണ്. ആവശ്യത്തിനുള്ള അളവിൽ മാത്രം ചേർക്കാൻ ശ്രദ്ധിക്കുക. കൂടിപ്പോയി കഴിഞ്ഞാൽ കയ്പ്പ് രുചി ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഉലുവ പൊട്ടി വരുന്ന സമയത്ത് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഏറ്റവും അവസാനം ചേർത്ത് കൊടുത്താലും മതി. സവാള ഒന്ന് വാടി നല്ല സോഫ്റ്റായി വരുന്ന ആ ഒരു സമയത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. 5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായി സോഫ്റ്റായി ഉടഞ്ഞു വരുന്ന ആ ഒരു സമയത്താണ് നമ്മളിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. കേരളത്തിൽ തന്നെ ഓരോ ജില്ലയിലും വ്യത്യസ്തമായ രീതിയിലാണ് മീൻകറി വെക്കുന്നത്. കടുക് പൊട്ടിച്ച് കറി ഉണ്ടാക്കുന്നവരുണ്ട്, കോൽപ്പുളി പിഴിഞ്ഞ് കറി വെക്കുന്നവരുണ്ട്. തക്കാളി ഉടഞ്ഞ് പാകമാവുന്ന സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഞാനിവിടെ കുടുത എന്ന് പറയുന്ന മീനാണ് കറി വയ്ക്കാൻ പോകുന്നത്. കുടുത, ചൂര എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് ദശക്കട്ടിയുള്ള മീനായതുകൊണ്ട് തന്നെ, ദശക്കട്ടി എന്ന് പറയുമ്പോൾ മാംസമുള്ള ടൈപ്പ് മീനായതുകൊണ്ട് ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാംസം കൂടുതലുള്ള മീനുകളിൽപ്പെട്ട അറക്ക, ഓലി, കുടുത, സ്രാവ് ഇങ്ങനത്തെയൊക്കെ മീനുകൾ കറി വയ്ക്കുമ്പോൾ അതിൻ്റെ മസാലയിൽ ഇതുപോലെ 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടി ചേർക്കുന്നത് കറിക്കൊരു പ്രത്യേക മണവും രുചിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ചെറിയ മീനുകളൊന്നും കറി വയ്ക്കുമ്പോൾ പെരുംജീരകം ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നെയ്ച്ചാള കറി വയ്ക്കുമ്പോഴും പെരുംജീരകം പൊടിച്ച് ചേർക്കുന്നത് ഒരു പ്രത്യേക ഫ്ലേവർ കൊടുക്കാറുണ്ട്. 1 കിലോ മീനിന് ഒരു 1/2 ടീസ്പൂൺ അളവിലൊക്കെ പെരുംജീരകം പൊടിച്ചത് ചേർത്താൽ മതി. ഇപ്പം നമ്മുടെ പൊടികളും മസാലയൊക്കെ നല്ല രീതിയിൽ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഒരുപാട് ഡ്രൈ ആക്കണമെന്നില്ല. അത്യാവശ്യം പൊടികളൊക്കെ ഒന്ന് റോസ്റ്റായി മണമൊക്കെ ഒന്ന് നല്ല മുരിഞ്ഞ മണമൊക്കെ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ട് അതൊന്ന് തണുക്കാൻ അനുവദിക്കുക. അതിന് ശേഷം നമ്മുടെ മിക്സർ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത്. ഇത് അരയാൻ പാകത്തിലുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ മസാല നല്ല ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്, നല്ല പേസ്റ്റ് രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി കലക്കി ചേർത്തിട്ട് തിളപ്പിക്കാൻ വയ്ക്കാം. നമ്മൾ ചേർക്കാത്ത 2-3 സംഭവങ്ങളുള്ളത്, പച്ചമുളക് നമ്മൾ ചേർത്തിട്ടില്ല. പച്ചമുളക് ആദ്യമേ ചേർത്താൽ മിക്സിയിൽ ഇത് അരയ്ക്കുന്ന സമയത്ത് എരിവ് ഒരുപാട് കൂടും. നമ്മൾ വായ വയ്ക്കുമ്പോഴേക്കും തല പുകയുന്ന രീതിയിലുള്ള എരിവുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് ഒരിക്കലും മിക്സിയിലിട്ട് അരക്കണേൽ നമ്മൾ കൂട്ടാറില്ല. പച്ചമുളക് നമ്മൾ ഈ അരപ്പൊക്കെ റെഡിയായതിന് ശേഷം ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുടംപുളി ഇട്ട് കൊടുക്കാം. ചിലവർ കോൽപ്പുളി വെച്ചിട്ട് കറി വെക്കുന്നവരുണ്ട്. നമ്മൾ തൃശ്ശൂരുകാർ പൊതുവെ കുടംപുളിയുടെ ആൾക്കാരാണ്. മീൻകറിയുടെ അരപ്പും അതിലേക്ക് നമ്മളിട്ട പച്ചമുളകും കുടംപുളിയും ഉപ്പും വെള്ളവും ഒക്കെ കൂടെ നന്നായി വെട്ടി തിളച്ച് 3 മിനിറ്റിന് ശേഷം മാത്രമാണ് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഗ്രേവി തിളച്ച ഉടനെ തന്നെ മീനിടുന്നതിനേക്കാൾ ഒരു 3-4 മിനിറ്റ് വെട്ടി തിളയ്ക്കാൻ അനുവദിച്ച ശേഷം അതിലേക്ക് മീനിടുന്നതാണ് കൂടുതൽ നല്ലത്. ഇപ്പോൾ നമ്മുടെ ഗ്രേവി 3-4 മിനിറ്റ് നന്നായി വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കുടുതയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ്. ചില നാട്ടിൽ ഇതിനെ ചൂര എന്നും പറയും.
അപ്പോൾ നിങ്ങൾ ഏത് മീനാണോ എടുത്ത് വെച്ചിട്ടുള്ളത് ആ മീൻ നമ്മുടെ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊതുവേ മീനായാലും ചിക്കനായാലും ബീഫായാലും ഞാൻ വലിയ കഷ്ണങ്ങൾ ഇടുന്നതിനേക്കാളും അത് ചെറിയ പീസാക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഒരുപാട് ചെറിയ പീസായിട്ട് പൊടിഞ്ഞു പോകുന്ന രീതിയിലല്ല, ഒരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് എപ്പോഴും കറി വയ്ക്കാറുള്ളത്. കാരണം വലിയ വലിയ പോത്തൻ കഷ്ണങ്ങളെക്കാളും അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള പീസാകുമ്പോൾ മസാല നല്ല രീതിയിൽ പിടിക്കും. അതിൻ്റെ ഏത് ഫ്ലേവറാണോ, എരിവായാലും പുളിയായാലും ഉപ്പായാലൊക്കെ നല്ല രീതിയിൽ ആ മാംസത്തിൻ്റെ ഉള്ളിലേക്ക് ഇൻഫ്യൂസ് ആവാൻ ഒരു മീഡിയം സൈസിലുള്ള കഷ്ണത്തിനാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഈ ഒരു സമയത്ത് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ കറിവേപ്പില ചേർത്താൽ മതി, തുടക്കത്തിൽ ചേർക്കണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ മൂടി വെച്ച് നന്നായിട്ട് മീനും ഗ്രേവിയൊക്കെ കുക്ക് ചെയ്യാം. മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ഈ മീൻകറി കുക്ക് ചെയ്തത്. ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്നു നോക്കാം. ഒരിക്കലും കയ്യിലിട്ട് കുത്തി ഇളക്കരുത്. കലമാണെങ്കിലും പാത്രമാണെങ്കിലും 2 ഭാഗത്തും നന്നായി മുറുക്കി പിടിച്ചിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊന്ന് ഇളക്കാം, മീൻ കഷ്ണങ്ങളൊന്നും ഒരുപാട് തട്ടാത്ത രീതിയിൽ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും കറി നല്ല തിക്ക് ഗ്രേവിയാണ്. നമ്മൾ മീൻ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മീനായതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ 10-15 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് കുക്കായി വരും. ഓരോ മീനിൻ്റെ മാംസത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചിട്ടോ വേവ് നിങ്ങൾക്ക് ഇടയ്ക്കൊന്ന് നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ മീൻ അത്യാവശ്യം എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മൂടി മാറ്റി വെച്ചിട്ട് ഒന്ന് വറ്റിക്കാനിടാം. അതായത് ഏറ്റവും സ്ലോ ഫ്ലെയിമിലേക്ക് തീ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മൂടി മാറ്റി വെച്ചതിന് ശേഷം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ വറ്റിക്കുമ്പോൾ ചാറ് നന്നായി കുറുകി എണ്ണ തെളിഞ്ഞ് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരും. കറി എത്ര സമയം വറ്റിക്കുന്നുവോ അത്രയും സമയം അത് കുറുകിക്കൊണ്ടേയിരിക്കും. ഞാനിത് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള ചെറിയ മീൻ ചട്ടിയിലേക്ക് കറി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചെറിയൊരു മീൻ ചട്ടിയിലേക്ക് ഞാൻ എൻ്റെ മീൻ കറി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മീൻ കറിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും നെക്സ്റ്റ് ടൈം മീൻ കറി വയ്ക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. ഒരുപാട് ഗുണങ്ങളുണ്ട്. തേങ്ങ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ തേങ്ങ ചിരവേണ്ട പണിയില്ല, തേങ്ങാപ്പാൽ പിഴിയേണ്ട പണിയില്ല. ഇനിയിപ്പോൾ വറുത്തരച്ച് വയ്ക്കാനാണെങ്കിലും വറുക്കേണ്ട, അരക്കേണ്ട, അങ്ങനെ ഒരുപാട് സ്റ്റെപ്പ് നമുക്കിതിൽ ലാഭമാണ്, സമയവും ലാഭമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിന്, ബാച്ചിലേഴ്സിനൊക്കെ ഈസി ആയിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. കുക്കിങ്ങിൻ്റെ ABCD അറിയാത്ത ആർക്കും എളുപ്പത്തിൽ ട്രൈ ചെയ്യാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയും കൂടിയിട്ടാണ്. പിന്നെ അത് മാത്രമല്ല, ജോലിക്കൊക്കെ പോകുന്നവർ കാണുന്നുണ്ടെങ്കിൽ ഒരു മീൻകറി പെട്ടെന്ന് വയ്ക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങയൊന്നും ചിരകാണ്ട് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ, എന്നാൽ സ്വാദ് ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത ഒരു റെസിപ്പിയും കൂടിയിട്ടാണ്. പിന്നെ തേങ്ങയ്ക്കൊക്കെ ക്ഷാമമുള്ള ഒരു സമയമാണ്. നാട്ടിലായാലും പോലും പുറത്ത് താമസിക്കുന്നവർ ഓഫ് കോഴ്സ് നമ്മൾ പൈസ കൊടുത്തിട്ടാണ് തേങ്ങ വാങ്ങുന്നത്. ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചപ്പാത്തി, പത്തിരി, ഇടിയപ്പം, പുട്ട്, ഉപ്പുമാവ്, അങ്ങനെ എന്ന് വേണ്ട എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു അടിപൊളി കോംബോയാണ് ഈ മീൻകറി. അതിന് കാരണം എന്താണെന്നറിയോ? നമ്മുടെ സവാള, തക്കാളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത്, ഇതൊന്നും ഒരുപാട് ചപ്പും ചവറുമായിട്ടും നമുക്ക് ഈ ഗ്രേവിയിൽ നിന്ന് മാന്തി എടുക്കാനില്ല. ഉള്ളത് മൊത്തം നല്ല കുറുക്കമുള്ള ചാറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പേർക്ക് കറി കഴിക്കാനുണ്ടാവും. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നല്ല കോംബോ ആയിട്ട് ഈ കറി നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഫിഷ് കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് പറയണം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർക്കുമല്ലോ. അപ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.